എല്ലാവർക്കും നമസ്കാരം. തൂലികിലേക്ക് സ്വാഗതം. ഞാനൊരു ചെറിയ കാര്യം പറയുന്നുണ്ട്. 1973 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി ഗിരി അവർകൾ നമ്മുടെ ശബരിമല ദർശനത്തിന് വന്നപ്പോൾ അദ്ദേഹം പമ്പയിൽ നിന്ന് ഡോളിയിലാണ് പോയത്. ഡോളി എന്ന് പറഞ്ഞാൽ അറിയാം, ഈ 4 പേര് ചുമന്നിട്ട് ചൂരിൽ കസേരയിൽ ചുമന്ന് കൊണ്ടുപോകുന്നതാണ് ഡോളി. അദ്ദേഹം ഭഗവാന്റെ നടക്കിൽ വന്നു. ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി, ഇവരുടെ ഇത്രയും വലിയ പ്രയത്നം കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പോയതിനു ശേഷം, ഡൽഹിയിൽ പോയതിനു ശേഷം അദ്ദേഹം ഈ 4 പേർക്കും കേന്ദ്ര സർക്കാരിൻ്റെ ജോലി വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ 4 പേരിലൊരാൾ ഭാഗ്യത്തിന് നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള കൃഷ്ണൻ ചേട്ടനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് ഈ ജോലിക്കാര്യം പറയാനായിട്ട്, അദ്ദേഹത്തെ പറ്റി അറിയാനായിട്ട് പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ, അന്ന് കാലത്ത് ഒരാളുടെ വീട്ടിൽ പോലീസ് വരിക എന്ന് പറഞ്ഞാൽ വളരെ ഭയപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് പേടിച്ചിട്ട് വീട്ടുകാർ ഒരു നുണ പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം വീടുമായി ബന്ധമില്ല, അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല എന്ന്. ആ ഒരു നുണ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായി. ഈ അടുത്ത് അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത വന്നിരുന്നു. അതാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം വളരെ ദുരിതത്തിലാണ്, ജീവിക്കാൻ വകയില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വളരെ പാവം തോന്നി. അപ്പോൾ ചില നുണകൾ ഒരു മനുഷ്യൻ്റെ ഭാഗ്യം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എൻ്റെ അച്ഛൻ്റെ ഒരു കാര്യമാണ്. എൻ്റെ അച്ഛന് ഇതുപോലെ, എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛന് ഇതുപോലെ ഒരു ജോലി കിട്ടി KICBയിൽ. അന്ന് എൻ്റെ അച്ഛമ്മ പറഞ്ഞത്, നീ പണിക്ക് പോകണ്ട, അത് ഷോക്ക് അടിക്കണ പണിയാണ്, വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ മതി പറഞ്ഞിട്ട് അച്ഛമ്മ സമ്മതിച്ചില്ല പോകാനായിട്ട്. അപ്പോൾ അന്ന് ആ ജോലി കിട്ടുകയാണെങ്കിൽ അച്ഛന് കുറച്ചും കൂടി മികച്ച രീതിയിൽ ജീവിക്കാമായിരുന്നു. പക്ഷെ അച്ഛമ്മയെ സംബന്ധിച്ചോളം അത് ഭയങ്കര KICB കറണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് വെച്ചിട്ട് അത് നിരുത്സാഹപ്പെടുത്തി. അപ്പം അതുകൊണ്ട് അച്ഛനും അവസാനം അച്ഛൻ മരണപ്പെടുന്നവർ അച്ഛൻ ഇടയ്ക്ക് പറയും, നല്ലൊരു ജോലി കിട്ടിയിട്ട് അമ്മ വിട്ടില്ല, അത് ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും ഇതുപോലെ ഒരുപാട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ചെറിയ ചില നുണകൾ മനുഷ്യൻ്റെ ഭാഗ്യത്തെ അല്ലെങ്കിൽ ജീവിതത്തെ കളങ്കപ്പെടുത്തുക, അല്ലെങ്കിൽ അത് തട്ടിമാറ്റി കളയാന്നൊക്കെ പറയില്ലേ, അത് എനിക്ക് ഈ വാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നത്. എന്തായാലും ഈ കാലത്ത് ഇനി അങ്ങനെ സംഭവിക്കില്ല, കാരണം എല്ലാവർക്കും എല്ലാ കാര്യത്തെയും കുറിച്ച് അറിയാം. പക്ഷേ ഇങ്ങനെ ജീവിതം വികലമാക്കിയിട്ടുള്ള കുറേ തീരുമാനങ്ങൾ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. എന്തായാലും കൃഷ്ണൻ ചേട്ടന് ഒരു നല്ല ആരോഗ്യവും നല്ലൊരു ജീവിതവും മാർഗവും എല്ലാവരും കൂടി ഉണ്ടാക്കി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.